വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ നടപടി ആരംഭിക്കാൻ ഇഡി. 700 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നീക്കം. ലക്നൌ, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. സിബി ജോസഫ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സിബി, രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു മുൻപ് ഇഡി. ഇപ്പോൾ അതിന് പിന്നാലെയാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കം. എന്തൊക്കെയാണ് മനസ്സിലാകുന്ന വിവരങ്ങൾ? ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇഡി ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിയുമായി ബന്ധമുള്ള 700 കോടിയുടെ സ്വത്തുക്കൾ അത് കണ്ടുകെട്ടുന്നതിനാണ് ഇഡിയുടെ നീക്കം ആരംഭിച്ചത്. ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലക്നൌ, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിലെ വസ്തുക്കൾക്ക് പുറമെ ദില്ലിയിലെ ബഹാദൂർ ഷാ സഫർ മാർഗിലെ ഹെറാൾഡ് ഹൗസും കണ്ടുകെട്ടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ ഏപ്രിൽ 11-ന് ഏജയിൽ സ്വത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ അധികാര പരിധിയിലുള്ള ദില്ലി, മുംബൈ, ലക്നൌ എന്നിവിടങ്ങളിലെ രജിസ്ട്രാർമാർക്ക് ഇഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇഡി. ജവഹർലാൽ നെഹ്റു 1937 സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിലെ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയും ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് BJP നേതാവായ സുബ്രഹ്മണ്യ സ്വാമിയാണ് 2012-ൽ ഒരു പരാതി നൽകിയത്. അങ്ങനെയാണ് ആ കേസിന് തുടക്കം. പിന്നീട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഈ ഒരു യങ് ഇന്ത്യൻ വഴി 50 ലക്ഷം രൂപയ്ക്ക് ഏജന്റിന്റെ 2000 കോടി രൂപയുടെ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നാണ് പരാതി. പിന്നീട് ഈ കേസ് 2021-ലാണ് ഇഡി കേസ് അന്വേഷിക്കുന്നതും ഒന്നിലധികം അന്ന് നിരവധി ഓഫീസുകളെല്ലാം നിലയിൽ റെയ്ഡ് എടുക്കുകയും പിന്നീട് നിരവധി രേഖകൾ പിടിച്ചെടുത്തു എന്നെല്ലാം നിലയിൽ ഇഡി അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെയും മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ വീണ്ടും ആ കേസ് ഇപ്പോൾ വീണ്ടും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി ആരംഭിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് 700 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടി ഇഡി ആരംഭിച്ചു എന്നുള്ളത്. അതിനുള്ള എല്ലാവിധ നടപടിയും നോട്ടീസ് അടക്കമല്ലാതിനെയും ആ ഒരു ലക്നൌ, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിലെ രജിസ്ട്രാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇഡി അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന അന്വേഷണമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതികരണം. അത് വീണ്ടും കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ കുരുക്കുമുറുക്കുകയാണ് ഇഡി. 700 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഇപ്പോൾ തീരുമാനം.